മാലിക് ബ്ലോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷമീർ മുഹമ്മദ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ നാടായ ഇളമ്പ്രക്കരയിലാട്ടോ. ഈ അറ്റ്മോസ്ഫിയറെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം ഇവിടെ ഒരു ഉത്സവത്തിൻ്റെ അന്തരീക്ഷമാണെന്ന്. ഇന്ന് മകരം 1. പ്രസിദ്ധമായ ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മകരജ്യോതി ഉത്സവവുമായി ബന്ധപ്പെട്ട് അന്നേ ദിവസം തന്നെ കേരളത്തിലെ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ വലിയ ഉത്സവങ്ങളും വിശേഷാൽ പൂജകളൊക്കെ നടക്കുന്ന ദിവസമാണിന്ന്. എൻ്റെ വീടിന് സമീപത്ത് തന്നെയുള്ള ഇളമ്പ്ര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവത്തിൻ്റെ പ്രധാന ദിവസങ്ങളിലെ ഏതാനും കാഴ്ചകളാണ് മാലിക് ബ്ലോഗ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ബ്ലോഗിലേക്ക് സ്വാഗതം. ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് ഉറക്കെ പാട്ടൊക്കെ വെച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ അല്പം മാറി നിന്നാണ് ഇൻട്രോ എടുത്തിട്ടുള്ളത്. എതിരേൽപ്പൊക്കെ തുടങ്ങുന്ന സമയമായതുകൊണ്ട് തന്നെ ഭൂരിഭാഗം വരുന്ന ഭക്തജനങ്ങളും ആളുകളൊക്കെ ഇളമ്പ്രയുടെ കണ്ണായ ഭാഗമായ മറ്റത്തിപ്പീടിക ജംഗ്ഷനിലാട്ടോ ഉള്ളത്. ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന പ്രവേശന കവാടം ഇതാണ്. ആദ്യകാലത്ത് നമ്മുടെ നാട്ടുപുറങ്ങളിലൊക്കെ കണ്ടിരുന്ന രീതിയിലുള്ള ചുറ്റുമതിലൊന്നും കൂടാതെ ഈ കോവിലടങ്ങുന്ന ഒരു പഴയകാല ക്ഷേത്രമാണ് നമ്മുടെ മുമ്പിലെ കാഴ്ചയെങ്കിൽ ഇന്നെല്ലാം അതേ ചുറ്റുമതിലൊക്കെ തീർത്ത് പുനരുദ്ധാരണമൊക്കെ നടത്തി നല്ല മനോഹരമായ രീതിയിലാട്ടോ ഇന്ന് ക്ഷേത്രം ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ നാഗത്തറയ്ക്ക് സമീപമായി തന്നെ ഇങ്ങനെ ഒരു അലറി വളർന്ന് മരമായി വരുന്ന കാഴ്ച നമുക്ക് കാണാം. ക്ഷേത്രത്തിനകത്തായി അടുത്ത കാലത്ത് പണി കഴിപ്പിച്ചിട്ടുള്ള മനോഹരമായ ഒരു സപ്താഹ മണ്ഡപത്തിൻ്റെ കാഴ്ചയാണിത്. കൊള്ളാലേ. ഭക്തജനങ്ങളൊക്കെ എതിരേപ്പിൻ്റെ ഭാഗമാവാൻ പോയതുകൊണ്ടാവാം ക്ഷേത്രത്തിനകത്ത് അധികം ആരെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല കേട്ടോ. രാഹുൽ ഇങ്ങനെ ഇവിടെ വഴിപാട് രസീതൊക്കെ എഴുതുന്ന തിരക്കിലാണ്. നമുക്ക് മുന്നിലായിട്ട് കാണുന്നത് ക്ഷേത്രത്തിൻ്റെ വഴിപാട് കൗണ്ടറാണ്. കണക്കുകളെ കൂട്ടി കുറച്ചും രാജേട്ടൻ കൗണ്ടറിനകത്തിരിപ്പുണ്ട്. ക്ഷേത്രത്തിൻ്റെ പ്രധാന മുൻഭാഗം ഇതാണ്. എന്നൽപ്പം താഴേക്ക് ഇറങ്ങിയാൽ ക്ഷേത്രക്കുളത്തിലേക്ക് എത്താം. വളരെ മനോഹരമായ രീതിയിലായിട്ട് പടവുകളൊക്കെ ഇങ്ങനെ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ആദ്യകാലത്ത് ഇതൊരു വയലോരത്തുള്ളൊരു ചെറിയ ഒരു ക്ഷേത്രക്കുളമായിരുന്നെങ്കിൽ ഇതെല്ലാം ക്ഷേത്ര നവീകരണത്തിൻ്റെ ഭാഗമായിട്ടെല്ലാം അതെല്ലാം കെട്ടി ചുറ്റും അതിലേക്ക് ഉണ്ടാക്കി വളരെ മനോഹരമായ രീതിയിലാക്കി കേട്ടോ ഈ കുളവും ഭാഗങ്ങളൊക്കെ തന്നെ. എന്തായാലും ക്ഷേത്രക്കുളത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ തിരിച്ച് കയറി മേലേക്ക് നടക്കുകയാണ്. എതിരേൽപ്പ് അവിടെ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് വേഗം അവിടേക്ക് എത്താം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ നാടിൻ്റെ ആസ്ഥാന കേന്ദ്രമായ ഇളമ്പ്ര സിറ്റിയിലാണ്. ഇവിടെ എത്തിയപ്പോഴേക്കും എതിരേൽപ്പൊക്കെ ആരംഭിച്ചിരുന്നു. എന്തായാലും ധാരാളം ജനങ്ങളാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനും കാണുന്നതിനുമൊക്കെയായിട്ട് ഇവിടെ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്നത്. എതിരേൽപ്പ് മറ്റൊരിടത്തു നിന്ന് ആരംഭിച്ച് ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിൽ ഇവിടെ ഇങ്ങനെ കുറച്ച് സമയം ചെലവഴിച്ചതിന് ശേഷമാണ് ക്ഷേത്രത്തിലേക്കുള്ള തുടർ യാത്ര. എതിരേൽപ്പിൻ്റെ ഭാഗമായിട്ട് ധാരാളം സ്ത്രീകളും കുട്ടികളൊക്കെ പങ്കെടുക്കുന്ന താലപ്പൊലിയുണ്ട്. ഗംഭീരമായ ചെണ്ട മേളമുണ്ട്, പൂക്കാവടിയുണ്ട്. പിന്നെ ഏറ്റുമാനൂരപ്പൻ്റെ മാനസപുത്രൻ എന്ന വിശേഷണമുള്ള ശ്രീ ചങ്കരൻകുട്ടി എന്ന കുടുംബത്തെ നെറ്റിപ്പട്ടവും തെടുമ്പും കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. വലിയൊരു ജനാവലി തന്നെയാട്ടോ എല്ലാ കാഴ്ചകൾ കാണാനായിട്ട് ഈ ഭാഗത്ത് ഇങ്ങനെ കൂടിയേക്കുന്നത്. എന്തായാലും ഇവിടെ നിന്ന് തന്നെ സംസാരിച്ചാലും ക്യാമറ കേട്ടുകൊള്ളണമെന്നില്ല. ആ മാതിരി ശബ്ദ മേളങ്ങളാട്ടോ നമുക്ക് ചുറ്റും. എന്തായാലും നമുക്ക് ഈ കാഴ്ചയിലേക്ക് ഒന്ന് പോയി കളയാം.
പാരമ്പര്യവും സാംസ്കാരിക പൈതൃകവും നിറഞ്ഞ നാടായ കേരളം എന്നും ഉത്സവങ്ങളുടെ ഒരു നാടുകൂടിയാണ്. ഉത്സവങ്ങളെന്നും മലയാളിയുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നാട്ടിലെ അമ്പലത്തിലെ ഉത്സവം കാണാൻ പോവുക എന്നുള്ളത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വികാരമാണ്. നാടിൻ്റെ ആവേശവും അഭിമാനവുമാണ് ഓരോ ആഘോഷങ്ങളും. ഉത്സവങ്ങളെന്നും കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. മുക്കിലും മൂലയിലും വരെ ആരവങ്ങളൊരുങ്ങുന്ന അനർഘ നിമിഷങ്ങളാണ് ഓരോ ഉത്സവാഘോഷങ്ങളും. മതപരവും സാംസ്കാരികപരവുമായ ആഘോഷങ്ങൾ കൊണ്ട് സമ്പന്നമായ കേരളം പലതരം സംസ്കാരങ്ങളുടെ സംഗമഭൂമിയും വിഭിന്നങ്ങളായ പാരമ്പര്യങ്ങളെ തനിമ വിടാതെ ചേർത്ത് പിടിക്കുകയും പാരമ്പര്യങ്ങൾ കൊണ്ടും ജാതി മതഭേദ വ്യത്യാസങ്ങളില്ലാതെ കേരളമെന്ന ഒറ്റ വികാരത്തിൽ ഒരുമിപ്പിക്കുക എന്നാണ് ഈ മണ്ണിൽ അരങ്ങേറുന്ന ഓരോ ആഘോഷങ്ങളുടെയും കാതൽ. ഓരോ ഉത്സവാഘോഷങ്ങളിലും അവയുടെ തനത് പാരമ്പര്യവും ആചാരങ്ങളും വേറിട്ട് നിൽക്കുന്നു. വിവിധ സമൂഹ കൂട്ടായ്മകളുടെ ഒരുമിക്കൽ കൂടിയാണ് ഇങ്ങനെയുള്ള പ്രാദേശികമായ ആഘോഷങ്ങളൊക്കെ തന്നെയും. ആഘോഷങ്ങൾക്ക് പ്രസിദ്ധമായ ഒരു നാട് കൂടിയാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. മതവിഭാഗങ്ങൾക്കിടയിലുള്ള സാഹോദര്യത്തിൻ്റെയും ആതിഥ്യ മര്യാദയുടെയും മതസൗഹാർദ്ദത്തിൻ്റെയും ഒരു വേദി കൂടിയാണ് പ്രാദേശികമായ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളെല്ലാം തന്നെ. വ്യത്യസ്തങ്ങളായ മതവിഭാഗത്തിലുള്ളവർ അവരുടെ പാരമ്പര്യങ്ങളെ അനുസ്മരിക്കാൻ ഒത്തുചേരുന്ന ഈ ആഘോഷങ്ങളെല്ലാം തന്നെ സംസ്ഥാനത്തിൻ്റെ മതപരമായ വൈവിധ്യങ്ങളെ കോർത്തിണക്കുന്ന കണ്ണികൾ കൂടിയാണ്. ഒരു കാലത്ത് തീർത്തും ഗ്രാമീണ മേഖലയും മനോഹരമായ ആ പഴയ ഗ്രാമീണ ഭംഗിയും ഒത്തുചേർന്നിരുന്ന എൻ്റെ നാടായ ഇളമ്പ്രക്കരയിൽ നിന്ന് അന്യം നിന്നു പോയ ആ പഴയ കാലഘട്ടത്തിലേക്കുള്ള ഒരു തിരിച്ചു നടത്തം കൂടിയാണ് എന്നും എൻ്റെ നാട്ടിലെ ഈ ഉത്സവ ആഘോഷം. ഒരു നാടിൻ്റെയാകെ ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒത്തുചേരലിൻ്റെയും വേദിയിലെ ഈ ഉത്സവ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതട്ടെ. നാടിൻ്റെ കാണാ കാഴ്ചകൾ തേടിയുള്ള മാലിക് വ്ലോഗ്സിൻ്റെ യാത്രകളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല.